ശരാജ് പിടിച്ചോ തൊട്ടോക്ക് ഈ തൊട്ടാ തൊട്ടുന്ന എനിക്ക് പേടിയാ വൈത് പോണ്ട പോണ്ട നല്ലത് തത്തന്നെയാ തത്തല്ല ഇതെന്തത് വേത് ഇളക്കല്ലടാ. അടുത്ത വീട്ടിൽ കളിക്കാൻ പോയപ്പോൾ അതും വേദുട്ടനെ കൊണ്ട് കളിക്കാൻ പോയപ്പോൾ അവിടെ വന്ന അപ്രതീക്ഷിതമായി വന്ന ഒരു അതിഥിയാണ് കേട്ടോ അത്. നോക്കിയൊക്കെ നിങ്ങൾ നേരത്തെ വോയിസിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് തത്തയാണോ അതോ ലവ് ബേർഡ് ആണെന്നുള്ള കൺഫ്യൂഷനിലാണ്. എനിക്കിതറിയില്ല, തത്തയാണെന്നാണ് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പക്ഷി ഏതാണെന്ന് അറിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടിപൊളി കേട്ടോ കാണാൻ. മറ്റു പക്ഷികളൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മൾ ഫോണായിട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ ആളുകൾ നിൽക്കുമ്പോൾ പറന്നു പോവും. ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ആരോ വളർത്തുന്ന പക്ഷിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ, എനിക്കറിയില്ല. അവിടെ വന്നപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തിലെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിൻ്റെ വാലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തന്നെ ഒരു കുട്ടി അതിനെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് കൂടുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാമെന്നോ. ഇനി ഇത് ആരെങ്കിലും വളർത്തിയത് വീട്ടിൽ ആരെങ്കിലും വളർത്തിയ വീട്ടിൽ നിന്ന് അത് പറന്ന് വന്നതാണോ അത് അവർ വിറ്റതാണോ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഉടമസ്ഥൻ വന്നത് തിരിച്ചു കൊടുക്കാമെന്ന്. പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഇതിനെ തീരെ വയ്യ, അതിന് അത്രയും അവശ്യ നിലയിലാണ്, അതാണ് ഇങ്ങനെയെന്ന്. കണ്ടോ അതിൻ്റെ വാലൊക്കെ നോക്ക് എന്ത് ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇതിൻ്റെ പേര് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് തത്തയെന്നാണ്. ചിലർ പറഞ്ഞ ലവ് ബേർഡ് ആണ് എന്ന്. തത്ത ഫുള്ള് പച്ചയും ചോപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഒരു പക്ഷീനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് നേരിട്ട് കാണുന്നത്. ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതിൻ്റെ കൗതുകത്തിൻ്റെ പുറത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത്. വേദു എങ്ങനെയുണ്ട് ഈ പക്ഷി? സൂപ്പർ സൂപ്പർ. ബേബി കണ്ടുവോ? ബേബി കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ബേബി കാണുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചുറ്റും നിന്നിട്ടും അത് പറന്ന് പോവുകയൊന്നും ചെയ്തില്ലേ. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അവൻ കൊണ്ടുപോകാൻ നോക്കിയല്ലോ, അവൻ കയ്യിലിങ്ങനെ പിടിച്ചു, അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. പക്ഷേ അത് കയ്യിലൊന്നും വന്നില്ല. അപ്പോൾ അവൻ ഒരു തുണി പിടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് അവൻ പറഞ്ഞത് അതിന് തീരെ വയ്യ, അത് അവശ്യ നിലയിലാണ് കേട്ടോ, അത് അവനെ വന്ന് പിടിക്കാനുണ്ടായിരുന്നേ. ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യേ.